വെല്ലുവിളിച്ച കെ.വി. തോമസ്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച കെ.വി. തോമസ് CPM പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുക്കും. ദിവസങ്ങളോളം നീണ്ട സസ്പെൻസിനൊടുവിലാണ് കൊച്ചിയിൽ വാർത്താസമ്മേളനം വിളിച്ച് കെ.വി. തോമസ് തീരുമാനം പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് വിട്ട് താൻ മറ്റൊരു പാർട്ടിയിലേക്കുമില്ലെന്നും കെ.വി. തോമസ് വ്യക്തമാക്കി. ജീവിതത്തിലെ സുപ്രധാന തീരുമാനം അറിയിക്കുന്നെന്ന് പറഞ്ഞായിരുന്നു കെ.വി. തോമസ് മാധ്യമങ്ങളെ കണ്ടത്. കണ്ണൂരിൽ നടക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ദേശീയ സമ്മേളനമാണ്. ഞാൻ സമ്മേളനത്തിലേക്കല്ല പോകുന്നത്, ഞാൻ സെമിനാറിലേക്കാണ് പോകുന്നത്. അവിടെ ഈ സെമിനാറിൽ പങ്കെടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ പോകും. കോൺഗ്രസ്സാണ് തെറ്റുതിരുത്തുന്നത്. ദേശീയ താല്പര്യമുണ്ടെങ്കിൽ ഞാനിന്നും കോൺഗ്രസ് വിട്ടു പോകുന്നില്ല, ഞാൻ വേറെ പാർട്ടിയിലേക്കുമില്ല. എൻ്റെ അന്ത്യം ഈ പാർട്ടിയോടുകൂടി തന്നെയാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഞാൻ ചോദിക്കാത്ത എന്നെ അപമാനിക്കാവുന്ന മാക്സിമം അപമാനിച്ചിട്ടുണ്ട്. കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവരെ ലക്ഷ്യമിട്ട് കടുത്ത വിമർശനമാണ് കെ.വി. തോമസ് നടത്തിയത്. താൻ നൂലിൽ കെട്ടിയിറങ്ങിയ ആളല്ല. AICC അംഗമായ തന്നെ പുറത്താക്കാൻ KPCCക്ക് കഴിയില്ല. തോക്കിൻ മുനയിൽ നിർത്തിയുള്ള ഭീഷണി പോലെയല്ല തന്നോട് സംസാരിക്കേണ്ടത്. ഭീഷണിക്ക് വഴങ്ങില്ലെന്നും കെ.വി. തോമസ് പറഞ്ഞു. എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്ന ഒരു ഭീഷണി മുടക്കിയാണ് എന്നോട് സംസാരം തുടങ്ങുന്നത്. അത് ശരിയാണോ? ഈ പാർട്ടിയിൽ ഞാൻ നൂലെക്കെട്ടി വന്ന ഒരാളല്ല. ജന്മം കൊണ്ട് ഈ പാർട്ടിയിൽ വന്നയാളാണ്. ഞാൻ എന്ത് തെറ്റാ ചെയ്തു? അതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയുടെ അറ്റാക്ക് ചെറിയ തോതിലല്ല. ഈ സോഷ്യൽ മീഡിയ മുഴുവൻ നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസിൻ്റെ വിവിധ നേതാക്കന്മാരാണ്. കേരളത്തിൽ ഗ്രൂപ്പേ ഉള്ളൂ. എന്തുകൊണ്ടാണ് പ്രൊഫസർ ഇത് പറഞ്ഞത്? അതിന് പകരം കണ്ണൂർ പോയാൽ പാർട്ടിയിൽ നിന്ന് പുറത്ത് ഒരു ഗണ്ണിൻ്റെ മുന്നിലാണ് എന്നെപ്പോലുള്ള സംസാരിക്കുന്നത്. അതുകൂടി മനസ്സിലാക്കണം. ഞാൻ AICC മെമ്പറാണ്. എന്നെ പുറത്താക്കാനുള്ള അധികാരം AICCക്കേ ഉള്ളൂ. അതുപോലും മനസ്സിലാക്കുന്നില്ലെങ്കിൽ എൻ്റെ കുഴപ്പമാണോ? തനിക്ക് മാത്രമാണോ പ്രായം ബാധകമെന്നും കെ.വി. തോമസ് ചോദിച്ചു. തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിച്ചു. ജയിച്ചു എന്ന പേരിൽ പാർട്ടി സീറ്റ് നിഷേധിച്ചു. രാഹുൽ ഗാന്ധി തനിക്ക് മുഖം നൽകിയിട്ടില്ലെന്നും കെ.വി. തോമസ് ആരോപിച്ചു. എനിക്കൊരു ദുഃഖമുണ്ട്. കഴിഞ്ഞ 2018 ഡിസംബറിന് ശേഷം എനിക്ക് രാഹുൽ ഗാന്ധിയെ കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ഈ പാർട്ടിയുടെ ഒരു സീനിയർ നേതാവാണ്. എന്നോടൊന്ന് വിളിച്ച് സംസാരിക്കാൻ ഞാൻ ഈ പ്രാവശ്യം ഡൽഹിയിൽ പോയി KCയോട് പറഞ്ഞത് കാണണമല്ലോ. മറിച്ച് സോണിയാഗാന്ധിയാണ്, എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു കാലാവസ്ഥ ശരിയല്ല. ഞാൻ 1.5 വർഷക്കാലം വെയിറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയാ? പാർലമെൻറ്റിൽ പോകാൻ വേണ്ടിയല്ല. ഞാൻ ആ പാർലമെൻ്ററി ലൈഫ് എന്ന ഇത്ര ഒന്ന് അവസാനിപ്പിച്ചു. പാർട്ടിയിൽ എന്തെങ്കിലും ഒരു മാന്യമായ പോസ്റ്റ് എനിക്ക് അർഹതപ്പെട്ടതാണ്. കാരണം അന്ന് എനിക്ക് സീറ്റ് നിഷേധിച്ചപ്പോൾ ഉള്ള 42 MPമാരിൽ 41 പേർക്കും കൊടുത്തു. എന്നേക്കാൾ പ്രായമുള്ളവർക്ക് കൊടുത്തു. പിന്നെ ഞാൻ 7 പ്രാവശ്യം ജയിച്ചു എന്നുള്ളത് ജനകീയ അംഗീകാരമല്ലേ? തോക്കുന്നതാണോ അംഗീകാരം? തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചാരണത്തിന് നേതൃത്വത്തിന് പങ്കെന്നും കെ.വി. തോമസ് കുറ്റപ്പെടുത്തി. തിരുത തോമസ് എന്ന് വിളിച്ച് പരിഹസിച്ചു. മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചതിന്റെ പേരിൽ തന്നെ അപമാനിച്ചെന്നും കെ.വി. തോമസ് പറഞ്ഞു. എൻ്റെ അന്ത്യം ഈ പാർട്ടിയോടുകൂടി തന്നെയാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഞാൻ ചോദിക്കാത്ത എന്നെ അപമാനിക്കാവുന്ന മാക്സിമം അപമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നെ വിളിച്ചെന്താ തിരുതത്തോമ എന്ന്? ഞാൻ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചയാണ്. തെറ്റാണോ? കെ.വി. തോമസിനെതിരെ നടപടി വേണമെന്ന് AICCയോട് ആവശ്യപ്പെടുമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. പരിപാടിയിൽ പങ്കെടുത്ത ശേഷം നടപടി സ്വീകരിക്കും. താൻ കെ.വി. തോമസിനെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. എന്താണ് ഭീഷണിയെന്ന് കെ.വി. തോമസിനോട് തന്നെ ചോദിക്കണമെന്നും കെ സുധാകരൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഇപ്പോഴും അദ്ദേഹം പോകുമെന്ന് പത്രസമ്മേളനം നടത്തിയതല്ലാതെ പോയി എന്ന് ഉത്തമ ബോധ്യം വന്നാൽ മാത്രമേ അതിന്റെ പുറത്തുള്ള അനന്തര നടപടികൾ നമ്മൾ ആലോചിക്കുന്നുള്ളൂ. അഖിലേന്ത്യാ ലീഡർഷിപ്പുമായി ചർച്ച നടത്തി. താരിഖ് അൻവർജി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വിശ്വനാഥ പെരുമാൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവരോടും കൂടി അഭിപ്രായം അറിഞ്ഞു. അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കട്ടെ. പങ്കെടുത്തതിന് ശേഷം KPCC തീരുമാനമെടുക്കും. ആ തീരുമാനം AICCയെ അറിയിക്കും. AICCയുടെ അംഗീകാരം വാങ്ങി സത്യമായ നടപടികളിലേക്ക് കോൺഗ്രസ് പോകും. അദ്ദേഹം ഇന്ന് പത്രസമ്മേളനം നടത്തിയതും പങ്കെടുക്കുമെന്ന് പറഞ്ഞതും KPCCക്കെതിരെ പറഞ്ഞതും തികഞ്ഞ അച്ചടക്ക ലംഘനമായി തന്നെ KPCC കാണുന്നു. ഇനി ഒരു ഇടപെടലില്ല. അതിനുവേണ്ടിയുള്ള ആശയവിനിമയം നടത്താനും കോൺഗ്രസ് തയ്യാറില്ല. എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുന്ന CPM BJP ഇതര കക്ഷികളെ ക്ഷീണിപ്പിക്കുന്ന നിലപാടെടുക്കുന്നത് ശരിയല്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു.
അദ്ദേഹത്തിൻ്റെ ആധാരം പിന്നെ എവിടെയാണ് വെച്ചിരിക്കുന്നത്? അദ്ദേഹത്തിന് വഴിയാധാരമായാലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആധാരം ഇവരെടുത്ത് പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത്, കെണിവെച്ച് ആളിനെ പിടിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഗുണകരമല്ല. ആളിനെ പിടിക്കാൻ കെണിവെച്ച് പിടിക്കില്ല. അത് വേറെ പ്രശ്നം. അത് പോകുന്ന ആളുകൾ തീരുമാനിക്കേണ്ട. പോകുന്ന ആളിനോട് ഹൈക്കമാൻഡ് കൈക്കൊണ്ട തീരുമാനം പാലിക്കാൻ കെ.വി. തോമസ് ബാധ്യസ്ഥനാണെന്ന് കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് പ്രതികരിച്ചു. പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് എല്ലാവർക്കും ബാധകമാണ്. കോൺഗ്രസ് പ്രസിഡന്റ്, എ.ഐ.സി.സി പ്രസിഡന്റ് സോണിയാഗാന്ധി നിലപാട് വ്യക്തമാക്കി ശശി തരൂരിന്റെ കാര്യത്തില്. അതിനുശേഷം കെ.വി. തോമസിന്റെ കാര്യത്തിലും ഇങ്ങനെ ഒരു നിലപാട് വന്നപ്പോൾ തീർച്ചയായും അത് അദ്ദേഹത്തിനും ബാധകമാണ് എന്നുള്ള കാര്യത്തിൽ ആശംസിച്ചില്ല. ഓരോ പാർട്ടിയിൽ നിന്നും ആരെയാണ് വിളിക്കേണ്ടത് എന്നവർ തീരുമാനിച്ചാൽ അവര് തീർച്ചയായും പാർട്ടിയാണ് സമീപിക്കേണ്ടത്, വ്യക്തിയല്ല. കെ.വി. തോമസ് കാണിച്ചത് നന്ദികേടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ വിമർശിച്ചു. കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ മനസ്സിൽ കെ.വി. തോമസിന് സ്ഥാനമുണ്ടാകില്ലെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. ഒരു വ്യക്തിക്ക് ഒരു ജന്മം ഒരു പാർട്ടിയെ കൊണ്ട് കിട്ടാവുന്ന മാക്സിമം കിട്ടി. ഇനി എന്താണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്ന് എത്ര ആലോചിച്ചോടും മനസ്സിലാവുന്നില്ല. കെ.വി. തോമസിന്റെ ശരീരം കോൺഗ്രസിലും മനസ്സ് മാർക്സിസ്റ്റ് പാർട്ടിയിലുമായിട്ടാണ്. അദ്ദേഹം കോൺഗ്രസ് വിട്ടു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോഴും. പക്ഷേ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് രേഖാമൂലം അദ്ദേഹത്തെ അറിയിച്ചൊരു കാര്യം, കോൺഗ്രസ് പ്രസിഡന്റ് ധിക്കരിക്കുന്ന പിന്നെ ഒരാൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കാനാവില്ലല്ലോ. ഇത്രയും കാലം ലഭിച്ചതൊന്നും പോരാഞ്ഞിട്ട് ഇനി എന്തെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ലഭിക്കുമെങ്കിൽ അദ്ദേഹം പോയി വാങ്ങട്ടെ, അദ്ദേഹത്തിന് കിട്ടട്ടെ. പക്ഷേ ഇത്രയും കാലം തന്നെ ഈ വളർത്തി വലുതാക്കിയ പാർട്ടിയോട് അദ്ദേഹം കാണിച്ചത് നന്ദികേടാണ്. ആ നന്ദികേട് കേരളത്തിലെ കോൺഗ്രസുകാർ ഒരിക്കലും പൊറുക്കില്ല. ഇപ്പോൾ സീതാറാം യെച്ചൂരി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിൽ. And the people is to isolate and defeat the BJP. This is their foremost task in order to safeguard the character of the Indian Republic, to advance the interests of the working people in our country, and to uphold and safeguard the Indian Constitution, which is being violated and undermined with impunity. So in order to achieve this, the draft political resolution has proposed to the party Congress that the first task is that's required to be done is to strengthen ourselves, that is the CPIM, in a very substantial manner, so that our political intervention capacities can grow. On that basis, to strengthen the unity of the left parties, the left forces, and then forge a left and democratic alternative of forces, which is not necessarily only political parties, of course political parties plus the social movements, people's movements, etc., who are willing to come together on an alternative program, policy program, alternative to what the current ruling classes are adopting. And then, on that basis, to forge the broadest possible mobilization of all secular forces to take on the Hindutva challenge. This is the four-pronged approach that we have suggested, which is not sequential, but it is simultaneous. All these four aspects should be done simultaneously, and that is how to achieve this objective, to isolate and defeat the BJP. So as I said, on that the discussions are continuing, and in the meanwhile the BJP government and the Prime Minister are busy. Now it's come up with, I think the latest, after hijab is now the halal, and after halal now they've come up with the azan. So it is only these divisive forces in order to sharpen communal polarization, that is their only agenda. The real agenda is, in the meanwhile, while diverting the attention of the people onto such communal polarization, sharpening of communal polarization, they continuously impose greater burdens on the people, and the
The one in the immediate instance, it is the issue of daily hikes in the prices of petroleum products that has already spiraled an inflationary upsurge in the country that is ruining both the economy and the lives of the people, livelihoods of the people. So we have demanded in a separate resolution that is circulated to you, we have demanded that immediately the central government should withdraw all the additional taxes it has imposed. It has imposed a very high degree of cess and surcharges on petroleum products. Now, cess and surcharges are categories that are not shareable with the state governments. So the entire revenue goes purely to the central government. And because of this hike, these hikes, the prices of petroleum products are high, much beyond the rising international crude prices. So we are asking for the withdrawal of the cess and surcharges, these additional taxes. And for resource mobilization, we say you tax the rich, you have a super rich tax when you consider that, instead of giving corporate concessions that they continue to give. Even in the pandemic year, last year, they gave a corporate tax concession of 8%. And they collect their revenue through these hikes in petroleum prices from the people. That is, benefit the rich and squeeze the people with higher prices for your revenue. That is not acceptable. So withdraw these additional taxes and reduce the prices of petroleum products. That is the concrete demand that has been made through this resolution, which is circulated to you. We are happy and very, respectfully we acknowledge the fact that 40 international communist and workers' parties have sent their greetings, fraternal greetings of solidarity to this party congress. The list has been enclosed, that is circulated to you. And to all these parties, we express our grateful, not merely thanks, but our revolutionary salutes. Because this, what is happening in the world today, a joint, combined effort of all contingents of the communist parties in the world, will have to be built up and strengthened to face the onslaught and assault of both this neoliberal economic offensive and the aggressive manner in which USA and US imperialism wants to further strengthen its hegemony over the world. So in this direction, we think these fraternal messages are a great source of support and inspiration, and we convey our solidarity to them in their countries in order to strengthen their links with their working people, like they have wished us the best of efforts to strengthen our links with the Indian working people. So this, in sum and short, I'm not going into the gist of our draft political resolution, because that you heard and reported yesterday, that all of you know. And so now, I'd rather be brief, so you please... it is all explicitly said there. It is written there. What I had said is, the challenge of Hindutva, the challenge of this sharpening communal polarization, and the defense of India's secular democratic character can only be done through an uncompromising commitment to secularism. Any prevarication or any compromising approach will only lead to strengthening them further, and that will also lead to danger for the parties who are taking such compromising, prevaricating positions, that their own people will start shifting towards the BJP. That I have said in my speech yesterday, in written form, as experience has shown. So that is what all these parties have to set their houses in order. They have to be clear how they are going to combat these forces.
We are saying our experience shows it has to be an uncompromising commitment to secularism. As we in practice are showing where we are in government in Kerala, our uncompromising commitment to secularism. So it's in that way they have to put their house in order. When did the CPIM have? I'm sorry, JP movement, we did not join the JP movement. We gave... Thank you for informing me about my party. You seem to be... you seem to be more knowledgeable. I didn't know you were in the part of the Central Committee then and subsequently resigned or something. But the point is that is not the reason. And never has it been that we have been associated with these communal forces. In the fight against the emergency, they also fought, we also fought. If you follow your own history, you will also know when VP Singh became the Prime Minister, a combination was worked out called the National Front, Left Front. National Front was why we did not join, because the BJP was present. Why was it that VP Singh had to be supported from one side by the left and one side by the BJP? Because the left said, we will not support you if BJP joins your government. Till date, you can ask Mr. Advani, he still, I'm sure, remembers those days. There used to be weekly dinners that the Prime Minister VP Singh would have, once with the left leaders, once with the BJP leaders. Such is the history, and please, for heaven's sake, we all know. I mean, we don't have, I don't want to name the Congress leaders who have gone into the BJP now. The Congress is such a great party of commitment, never went with the BJP. Why is the plethora of their leaders leaving and joining BJP? Tell me, you know more about them or about me. Why are the leaders of the Congress leaving the Congress and going to the BJP? We don't want that. Country doesn't want that. But why is that happening? That is what they have to set their house in order. Comrade, you're repeatedly asking, talking about defeating BJP and forming a secular democratic front in the national level. How is it possible without the participation of Congress? Because your party's strength is minimized in Kerala alone. In West Bengal, in Tripura, you have low strength. You are asking me a question on something I never said. Did I say it will be there possible without the Congress? Actually, Did I say it will be possible with the Congress? No, but I said we want the maximum mobilization, the broadest mobilization of secular forces. but you are not making a clear statement. What is your stand on? But how do I know what those secular forces want? Why you are not inviting Congress wholeheartedly? Because we have invited and they have refused in Kerala. We invited Shashi Tharoor, he was asked not to participate. It's a seminar. We invited Manishankar Iyer, he was told not to go and participate. That is regarding We invited the seminar. Mr. K.V. Thomas, I don't know what he's going to do. But all of them have told not to participate. So when we invite and they refuse to participate, your charge is, why am I not inviting? No, It makes any sense? my question is not regarding the seminar. Into this front, why you are not welcoming Congress? Why you are not making a clear statement? Yes, today's seminar is on secularism. This front is for fighting for secularism. If on a seminar on secularism they refuse to attend, what does that mean? It doesn't require big common sense to understand what it means. So why are you charging us as not inviting? This front is for safeguarding secularism. On secularism, they say they don't want to come.
Then what do we say? You are talking about Hindutva. Yeah. Hindutva agenda should be defeated, and at the same time you are appeasing minority. I'm sorry? On the one hand, you are talking about the Hindutva agenda should be defeated, and on the other hand, your party is appeasing minority. Who told you? Yeah, that is happening in Kerala. Who told you? Yeah. Why don't you read? Everybody knows that, comrade. I think we'll make available in audio സീതാറാം version. യെച്ചൂരി മാധ്യമങ്ങളെ കാണുകയാണ്. കണ്ണൂരിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നതിനാണ് ആദ്യ പരിഗണനയെന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം പെട്രോളിയം അധിക നികുതി പിൻവലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടവേളയിലേക്ക്. ഇരു കാലുകൾക്കും സ്വാധീനമില്ലാത്ത കൂട്ടുകാരനെ ചുമലിലേറ്റി പോകുന്ന കൂട്ടുകാരികളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ താരങ്ങൾ. കൊല്ലം ശാസ്താംകോട്ട DB കോളേജിലെ വിദ്യാർത്ഥികളുടെ സൗഹൃദത്തിന്റെ കഥയറിയാം. ആലിഫും ആര്യയും അർച്ചനയും ത്രില്ലിലാണ്. കൂട്ടുകാരനായ ആലിഫിനെ ഇരുവരും ചേർന്ന് തോളിലേറ്റി പോകുന്ന ചിത്രം വൈറലായതിന്റെ സന്തോഷത്തിലാണിവർ. ഒരുപാട് സന്തോഷം. വീഡിയോ ഇത്രയും റീച്ച് കിട്ടിയതും സപ്പോർട്ട് ചെയ്തതും സോഷ്യൽ മീഡിയ ഇത്ര ഏറ്റെടുത്തേക്ക് ഒരുപാട് സന്തോഷം. പിന്നെ ജഗത്തണ്ണൻ പിന്നെ ആര്യ അർച്ചന ജഗത്തണ്ണനാണ് വീഡിയോ എടുത്തത്. എന്തോ പറയാനറിയാൻ സന്തോഷമുണ്ട്. ജന്മന ഇരുകാലുകൾക്കും സ്വാധീനമില്ലാത്ത ആലിഫ് സൗഹൃദങ്ങളുടെ താങ്ങിലാണ് പഠിക്കാനെത്തുന്നത്. വൈകിട്ട് കരുനാഗപ്പള്ളിയിലെ വീട്ടിലേക്കുള്ള മടക്കവും ഉത്തരവാദിത്തമായി ഏറ്റെടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കൾ. കോളേജിൽ വരാൻ മാത്രമല്ല ഇഷ്ടമുള്ള ഇടങ്ങളിൽ പോകാനെല്ലാം ഈ കൂട്ടുകാരുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ KSM-DB കോളേജിലെ ആർട്സിനായിരുന്നു, നാമകലാല യൂണിറ്റ് ആർട്സിനായിരുന്നു. ഞങ്ങൾ അലിഫിനെ എടുത്ത് ക്ലാസ്സിലേക്ക് പോകുന്ന വഴിക്കാണ് ജഗത്തണ്ണനാണ് വീഡിയോ വർത്തിയത്. ജഗത്തണ്ണൻ വീഡിയോ എടുത്തിട്ട് ഞങ്ങളെ കാണിച്ചപ്പോൾ ഞങ്ങൾ സംഭവം അറിഞ്ഞത് തന്നെ ഞങ്ങൾ നോർമലായിട്ട് ചെയ്തൊരു കാര്യമാണ്. അത് വീഡിയോ ഒക്കെ വർത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ശാസ്താംകോട്ട DB കോളേജിലെ 3ാം വർഷ BCom വിദ്യാർത്ഥികളാണിവർ. ഫോട്ടോഗ്രാഫറായ ജഗത്താണ് ഇവരുടെ ചിത്രം എടുത്തത്. ആലിഫ് വീട്ടിൽ വീൽചെയർ ഉപയോഗിക്കുമെങ്കിലും കോളേജിലേക്കുള്ള യാത്രയ്ക്ക് ഇതെടുക്കാറില്ല. താങ്ങാകുന്ന സൗഹൃദത്തിന്റെ കഥ സമൂഹമാധ്യമങ്ങളിലും ഹിറ്റാണ്. നിരവധി പേരാണ് ഇവരെ അഭിനന്ദിച്ചത്. ന്യൂസ് 18 ശാസ്താംകോട്ട. ഈ സൗഹൃദത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ലേഡീസ് ബാൻഡിൽ അറിയാം. ഇപ്പോൾ നമുക്കൊപ്പം ശാസ്താംകോട്ട DB കോളേജിലെ ആലിഫിന് കാലുകളായ ആര്യയും അർച്ചനയും ചേരുകയാണ്. ഇപ്പോൾ അർച്ചന നമുക്കൊപ്പം ഉടൻ ചേരും. ഇപ്പോൾ ആര്യയാണ് നമുക്കൊപ്പം ഉള്ളത്. 2 പേർക്കും സ്വാഗതം, 3 പേർക്കും സ്വാഗതം ലേഡീസ് ബാൻഡിലേക്ക്. എന്തായാലും നിങ്ങളുടെ കഥ, നിങ്ങളുടെ ആ വീഡിയോ ഭയങ്കര വൈറലായി. ആ കൂട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്താണ് ആ വൈറലായപ്പോൾ പറയാനുള്ള കാര്യം? എന്താ, എങ്ങനെയാണ് ഈ ഒരു വീഡിയോ എടുക്കാനും ഒക്കെ, ആരാണ് വീഡിയോ എടുത്തത്, അതിന്റെ കഥയൊന്ന് പറയാമോ? വീഡിയോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഫുള്ള് വീഡിയോ ഞങ്ങളുടെ വീഡിയോ ആണ്. ഒത്തിരി കുറെ ആൾക്കാര് ഞങ്ങളിപ്പം അഭിനന്ദിച്ച് മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ വീഡിയോ എന്ന് വെച്ചാൽ ജഗത്ത് എന്ന് പറയുന്ന നമ്മുടെ ഫ്രണ്ട് തന്നെയാണ്, കോളേജ് ഔട്ട്സൈഡറാണ് വീഡിയോ എടുത്തത്. അപ്പൊ ഞങ്ങള് പുറത്തേന്ന് അകത്തോട്ട് പോയ നേരത്തായിരുന്നു ഈ ജഗത്താണ് വീഡിയോ എടുത്തത്. അവിടെ വീഡിയോ എടുത്തു. ഞങ്ങൾ ക്ലാസ്സിലോട്ട് ചെന്നപ്പോ ജഗത്താണ് ഇതോടെ കണ്ട് വീഡിയോ കൊണ്ട് കാണിച്ചു, ഇതുപോലെ നിങ്ങളുടെ വീഡിയോ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് പറഞ്ഞു, അത് എനിക്ക് സെൻഡ് ചെയ്ത് തരുമോ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. പോസ്റ്റ് ചെയ്തപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും റീച്ച് കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല, ഇത്രയും എല്ലാരും സപ്പോർട്ട് ചെയ്ത് ഇത്രയും വൈറലാവുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ. ശരി, ഞാൻ ആലിഫിലേക്ക് വരാം. ആര്യയിലേക്ക് പോവുകയാണ്. ആര്യ, നിങ്ങൾ 2 പെൺകുട്ടികൾ ഇങ്ങനെ ആലിഫിനെ എടുത്തു പോകുന്ന ആ ദൃശ്യം നമുക്ക് മനസ്സിന് വളരെ സുഖം പകരുന്ന ദൃശ്യങ്ങളാണ്. ആലിഫിന് അത്രയും താങ്ങായിട്ട് നിങ്ങളുണ്ടല്ലോ എന്ന് ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷം തോന്നുന്ന വിഷ്വലാണ് അത്. ഈ പുറത്തുനിന്ന് കോളേജിലുള്ളവർക്കൊക്കെ ഇതൊരു സ്ഥിരം കാഴ്ച ആയിരിക്കും അല്ലേ? എങ്ങനെയാണ് നിങ്ങൾ കൂട്ടായത് ആര്യ? ഞങ്ങള് ഇപ്പം BCom തേർഡ് ഇയർ ആണ്. ഞങ്ങള് BCom ഫസ്റ്റ് ഇയറിൽ വന്നപ്പോഴാണ് അലിഫുമായിട്ട് കൂട്ടായത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരുമിച്ചൊക്കെ തന്നെയാണ്. ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവരും, ഞങ്ങൾ മാത്രമല്ല എല്ലാവരും, ക്ലാസ്സിലെല്ലാവരും, സാറുമാരും, അതേപോലെ ഞങ്ങളുടെ കോളേജിലെ എല്ലാവരും ആലിഫിന് സപ്പോർട്ട് തന്നെയാണ്. ഞങ്ങളുടെ കൂട്ട് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റ് ഇയറിലാണ്, അന്ന് തൊട്ടാണ് തുടങ്ങിയത്. ഇത് സ്ഥിരം കാഴ്ച തന്നെയാണ്. ഞങ്ങൾ എല്ലാവരും അലിഫിനെ സപ്പോർട്ടാണ്, പോകാനൊക്കെ എടുക്കും. അതിപ്പോ ഞങ്ങള് മാത്രമല്ല, ക്ലാസ്സിലെ എല്ലാവരും, അതുപോലെ പുറത്തുനിന്നുള്ള ആൾക്കാര്, മറ്റു ഡിപ്പാർട്ട്മെന്റിലെ പിള്ളേര്, കുട്ടികള്, എല്ലാവരും സപ്പോർട്ട് തന്നെയാണ്. സാറുമാരും എല്ലാവരും സപ്പോർട്ടാണ്.
അലിഫ്, ഈ നമ്മുടെ സൗഹൃദത്തിനിടയിൽ നോ താങ്ക്സ് നോ സോറി എന്നൊക്കെ ആണെങ്കിലും ഈ വലിയ കാര്യമാണ് അവർ ചെയ്യുന്നത് അല്ലേ? എടുത്തുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിൽ വെച്ച് നടക്കാൻ കുഞ്ഞു കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്ന പോലെ അത്രയും സൗഹൃദത്തിലാണ്. എന്താണ് അതിന് പറയാനുള്ളത് സുഹൃത്തുക്കളോട്, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കുറിച്ച് ഞങ്ങളോട് എന്താണ് പറയാനുള്ളത്? സുഹൃത്തുക്കളോട് പറയാൻ എന്റെ ഒരു ഭാഗ്യമാണ്, ഇങ്ങനത്തെയൊക്കെ സുഹൃത്തുക്കളെ കിട്ടിയ ഒരു ഭാഗ്യമാണ്. പിന്നെ കുറെ ഇതേപോലത്തെ സുഹൃത്തുക്കൾ എന്നെ നിലനിൽക്കട്ടെ എന്ന് പറയുന്നു. എനിക്ക് എല്ലാ സഹായവും സുഹൃത്തുക്കളാണ്. ഇപ്പൊ ഇതിലായാലും എല്ലാ സഹായവും സുഹൃത്തുക്കളാണ് ചെയ്യുന്നത്. എവിടെയെങ്കിലും പോകാനൊക്കെ സുഹൃത്തുക്കളുടെ സഹായമാണ് വിളിക്കുന്നത്. അപ്പം വളരെ ഇമ്പോർട്ടന്റ് സുഹൃത്തുക്കളാണ്. അപ്പൊ അവരുടെ ഇങ്ങനെ ഞങ്ങള് ഇങ്ങനെ ഒന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല സുഹൃത്തുക്കളെ പറ്റി. അതെ അതെ അതെ. അലിഫ്, ഇത് ജന്മനാ ഉള്ള വൈകല്യമാണോ? എങ്ങനെയാണ് അതിനെ കുറിച്ചൊന്ന് പറയാമോ? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇതുവരെയുള്ള പഠനമൊക്കെ എങ്ങനെയായിരുന്നു? ജനിച്ചപ്പോഴേ ഇങ്ങനെ വൈകല്യമുള്ളതാ. വീട്ടിൽ ഉമ്മച്ച, വാപ്പച്ച, അനിയനും അനിയത്തിയും ഉണ്ട്. പിന്നെ ഞാൻ LP UP പഠിച്ചത് മാരാരത്തോട്ടം SNVLPS തൊടിയൂർ UPS സ്കൂളിൽ. പിന്നെ സെക്കൻഡറി ഒക്കെ മിലാദിയില് ICS ഹൈസ്കൂൾ ഹയർ. ഇപ്പം പിന്നെ ഞാൻ ശാസ്താംകോട്ടയിലോട്ട് പോയി. ഇപ്പം ക്ലാസ് എക്സാം ഒക്കെ കഴിയാറായി, കോളേജ് ലൈഫ് ഒക്കെ കഴിഞ്ഞു. സങ്കടാണോ അലിഫ്? സങ്കടാണോ? കോളേജ് മിസ് ചെയ്യുന്നുണ്ട്. കോളേജ് ഒന്ന് വേറുമായിരുന്നു. കോളേജിൽ അടിച്ചു പൊളിച്ചതും എല്ലാം. നമ്മൾ ഇത്രയും വലുതാക്കിയത്, എന്നെയൊക്കെ ഇത്രയും ഫേമസ് ആയി ഇത്രയും വലുതാക്കിയത് കോളേജാണ്. കോളേജിൽ നിന്നാണ് എന്റെ തുടക്കങ്ങളും. അതാണ് എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. ആര്യ ഇതുപോലെ ഒരു നമ്മളിപ്പം ജെൻഡർ ഒന്നും പറയരുതെന്ന് പറയുമ്പോഴും ഇപ്പോഴും സമൂഹത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഒരു ആൺകുട്ടിയെയാണ് നിങ്ങൾ രണ്ടുപേരോട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത്. പക്ഷെ ഈ ഒരു വീഡിയോ വൈറലായപ്പോൾ നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യവും അതുതന്നെയാണ്. സൗഹൃദത്തിന് മാത്രമാണ് അവിടെ ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നത്. വീട്ടുകാരൊക്കെ എത്രത്തോളം സപ്പോർട്ടാണ് ആര്യ? വീട്ടുകാർ മാത്രമല്ല, നാട്ടുകാർ നല്ല സപ്പോർട്ടാണ്. നമ്മള് ഈ വീഡിയോ ജനതണ സത്യത്തിൽ കാണിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തെന്ന് തന്നെ അറിയുന്നത്. ഇത് എല്ലാരും കണ്ടപ്പോ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. ചോദിക്കും എങ്ങനെയാണ് ആ കുട്ടി ഇങ്ങനെയാ, എന്താണ് പറ്റിയത്, ജന്മന ഇങ്ങനെയൊക്കെയാണോ, നിങ്ങളൊക്കെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്, കൊണ്ടുവരുന്ന ആരാ? അപ്പൊ എല്ലാ കാര്യങ്ങളും വീട്ടുകാരായാലും നാട്ടുകാരായാലും എല്ലാ കാര്യങ്ങളും തിരക്കി അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ജെൻഡറിന്റെ വെച്ച് ഇതുവരെ ആരും നമ്മുടെ വീട്ടിലായാലും നാട്ടിലായാലും അങ്ങനെ ഒരു ജെൻഡറിന്റെ ഇത് വെച്ച് ആരും സംസാരിച്ചിട്ടില്ല. എല്ലാരും സപ്പോർട്ടീവായിട്ട് തന്നെ സംസാരിച്ചിട്ടുള്ളൂ. വീട്ടിലായാലും റിലേറ്റീവ്സ് ആയാലും എല്ലാരും നല്ല സപ്പോർട്ടീവായിട്ട് സംസാരിച്ചിട്ടുള്ളൂ. ആലിഫ്, മീൻസ് വീട്ടിലെങ്ങനെയാണ്? വീട്ടിൽ ആരാണ് ഇതുപോലെ, അല്ലെങ്കിൽ വീൽ ചെയർ ഉണ്ട് എന്ന് നമ്മുടെ സ്റ്റോറിയിൽ പറയുന്നുണ്ടായിരുന്നു. ആലിഫ് അവിടെ വീട്ടിലെപ്പോഴും വീൽ ചെയറിലാണോ, അല്ലെങ്കിൽ ഇതുപോലെ വീട്ടില് സഹോദരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു, അവരിങ്ങനെ എടുത്തുകൊണ്ട് നടക്കാറുണ്ടോ? അല്ല, അവര് ചെറുതാണ്, കുഞ്ഞുള്ളവരാണോ? ശരി ശരി. അനിയത്തി അനിയനും ആണോ? എത്രാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവരാ? അനിയത്തി 10th, അനിയൻ 4th. ആണോ? എന്നിട്ട് അവരിത് കണ്ടപ്പോ എന്താണ് ആലിഫ് പറഞ്ഞത്? ഈ വീഡിയോ ഒക്കെ കണ്ടല്ലോ, വീഡിയോ കണ്ടു കാണും. ഇപ്പൊ കുട്ടികളെല്ലാം മൊബൈൽ ഉപയോഗിക്കുന്നവരാണല്ലോ. ഇത് കണ്ടിട്ട് എന്ത് പറഞ്ഞു? ആലിഫിന്റെ വീട്ടിലുള്ളവരൊക്കെ എന്ത് പറഞ്ഞു? ഇപ്പൊ അവര് പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോ എല്ലാരും ഈ വീഡിയോ പറ്റിയാണോ പറയുന്നത്. ഇപ്പൊ അവർക്ക് വെളിയിലിറങ്ങി ഇങ്ങനെ മോനോ അല്ലെ കിക്കായോ ഇതുപോലെ വീഡിയോ ഒക്കെയാത്തുണ്ടല്ലോ, എല്ലാരും കണ്ടല്ലോ, പത്രത്തിലൊക്കെ വന്നല്ലോ എന്നാ പറയുന്നത്. അപ്പൊ അവർക്ക് കേൾക്കുമ്പോ അവർക്കൊരു സന്തോഷം, നമുക്ക് സന്തോഷം. ഇപ്പം പുറത്തെ എല്ലാവരും തന്നെയാണ് ഇപ്പൊ 2-3 ദിവസമായിട്ട് എല്ലാരും തന്നെയാണ് പറയുന്നത്, ഈ വീഡിയോ പറ്റിയാണ് പറയുന്നത്. അവർക്ക് ഒരുപാട് ഫീൽ എന്റെ അടുത്ത് പറയുന്നത്. ആ വീഡിയോ കണ്ടപ്പോ ഒരുപാട് ചെയ്തു. എല്ലാരും ഇത് തന്നെയാ പറയുന്നേ. കുറച്ച് ദിവസമായിട്ട് എല്ലാരും എന്നെ വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഇത് കണ്ടിട്ട് പറയാൻ. ഫ്രണ്ട്സിന് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ടല്ലേ ആലിഫ്? എന്തിനും ഫ്രണ്ട്സ് ആണ്. ഇപ്പം വീടിന്റെ അടുത്തായാലും ഇപ്പൊ അവര് തന്നെ എന്നെ വിളിച്ചു. ഇത് കഴിഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് അപ്പുറത്ത് വരെ പോവാം, വീടിന്റെ അടുത്തുള്ളവരെ എല്ലാരും അങ്ങനെയൊക്കെയാ. അതിന് ഭയങ്കര ശരിയാണ്. ആര്യ ഇതുപോലെ ഈ ആലിഫിനെ ഇതുപോലെ ചുമലിലേറ്റി ആദ്യം പോയ യാത്ര, അല്ലെങ്കിൽ എങ്ങോട്ടാണ് ആലിഫ് ഇങ്ങോട്ട് ചോദിക്കായിരുന്നു എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അങ്ങോട്ടേക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് നമുക്ക് പോവാം എന്ന് പറയുമായിരുന്നോ? ഞങ്ങൾ കൊണ്ടുപോയതാണ് അലിഫിനെ. അന്ന് സത്യത്തിൽ നാംകലാല യൂണിയന്റെ ആർട്ട് പ്രോഗ്രാം ആയിരുന്നു. ബോയ്സ് എല്ലാം ഓഡിറ്റോറിയത്തിലായിരുന്നു. അപ്പം ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോവുകയായിരുന്നു. അപ്പം അലിഫ് അവിടെ ഇരിക്കുന്ന കണ്ടപ്പോ ഞങ്ങൾ പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറഞ്ഞ് ഞങ്ങൾ അലിഫിനെ കൊണ്ട് ക്ലാസ്സിലേക്ക് പോവുമായിരുന്നു. അപ്പോഴാണ് ആ വീഡിയോ എടുത്ത് പിന്നെ പുറകിൽ നിന്ന് വിളിച്ച് ഞങ്ങളെ കാണിക്കുമായിരുന്നു.
ഈ ആലിഫ് കോളേജിൽ നിന്ന് വീട്ടിലേക്ക് എങ്ങനെയാണ് പോകുന്നത്, യാത്രയൊക്കെ എങ്ങനെയാണ്, അതിനും ഇവര് ഹെൽപ്പ് ചെയ്യാറുണ്ടോ ആലിഫ്? കോളേജിൽ നിന്ന് വീടിന്റെ അടുത്തുള്ള ഫ്രണ്ട്സ് ഉണ്ട്, വീടിന്റെ അതുവഴി പോകുന്ന ഫ്രണ്ട്സ് ഉണ്ട്, അവരോട് ബൈക്കിൽ പോകും, അല്ലെങ്കിൽ ബസ്സിൽ പോകും. ബസ്സിൽ പോയിട്ട് ഒന്നെങ്കിൽ കണ്ടക്ടറൊക്കെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും കാണും, ഇവിടെ ഉള്ളവരെ എടുത്ത് ബസ്സിലിരുത്തും, അവിടെ ചെന്ന് ശാസ്താംകോട്ട ചെന്ന് ഇറങ്ങും, അവിടെ നിന്ന് ആരെങ്കിലും ഹെൽപ്പ്. ഇതിനൊന്നും ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല, പോകുന്നതായാലും ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. അതാണ് ആ വീഡിയോയിലെ സൗഹൃദത്തിനപ്പുറം എടുക്കേണ്ടത് ആരിഫിന്റെ ഒരു മനസ്സിന്റെ ഒരു ഇതും കൂടിയാണ്. കാരണം ഇതുപോലെ നിരവധി പേരുണ്ട്, വീടുകളിൽ അടഞ്ഞുകൂടിയിരിക്കുന്നവർ, പഠിക്കാനൊന്നും പോകാൻ കഴിയാതെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ ആലിഫിനെ പോലെ വൈകല്യമുള്ളവർ, പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്നവരുണ്ട്. പക്ഷേ ആലിഫ് ഇപ്പോൾ ഇതുവരെ എത്തി, പഠിച്ചു, ഇനിയും മുന്നോട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ ആലിഫ് എങ്ങനെയാണ് ഇത്തരത്തിൽ എനിക്ക് പറ്റും എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത്? ചിലര് വിചാരിക്കും ഇതുപോലെ ഇങ്ങനെ വൈകല്യങ്ങളുള്ളവർക്ക് ഒന്നും പറ്റില്ല, അവരെ പറ്റില്ലെന്ന് വിചാരിക്കും. പക്ഷെ അതൊക്കെ വെറും അവരുടെ ഒരു തോന്നല. പക്ഷെ നമ്മുടെ മനസ്സിൽ നമുക്ക് എന്താവും, ഇപ്പൊ നമുക്ക് ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നേടിയെടുക്കാനുള്ള പരിശ്രമിക്കുക, അത് തന്നെയാണ്. ഇപ്പൊ ഈ ഒരു മൂലയ്ക്ക് അവർക്ക് വയ്യ, കാലില്ല, കൈ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവർ വിഷമിച്ച് വീട്ടിലേക്ക്. പക്ഷെ അവർക്കും കൊണ്ട് ഈ ലോകത്തിൽ തന്നെ അവർക്കൊരു ഒരു ഇടമുണ്ട്, അവർക്ക് എല്ലായിടത്തും എത്തിപ്പെടാനൊക്കെ പറ്റും. അത് വെറും അവരുടെ ഒരു മനസ്സിന്റെ ഒരു ചിന്താഗതിയാണ്, അങ്ങനെ പറ്റില്ല. ഇപ്പൊ ഞാൻ എങ്ങനെ ഇരുന്നായിരുന്നു, ഞാൻ ഇത്രയൊന്നും ആവത്തില്ലായിരുന്നു, അങ്ങനെ ഈ പറ്റില്ല, അല്ലെ പഠിക്കാൻ പോകാൻ പറ്റില്ല എന്നൊക്കെ പറയാം. പക്ഷെ എനിക്ക് എന്റെ മനസ്സിനകത്തൊരു എനിക്കൊരു ആത്മവിശ്വാസം, എനിക്ക് പുറത്ത് ഇറങ്ങാം, എന്തും പറ്റും, അവർക്ക് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടി കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ആത്മവിശ്വാസം ഉണ്ട്. അതൊക്കെ തോന്നലാണ്. ഇപ്പൊ ശേഷി അനുഭവിക്കുന്നവർ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതെ, ആ ആത്മവിശ്വാസത്തിന്റെ കൂടെ ഇതുപോലെയുള്ള കൂട്ടുകാരും കൂടെ ആകുമ്പോൾ പിന്നെ ഒന്നും പറയാനില്ല. എന്തായാലും അർച്ചന കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർച്ചന ടെലിഫോണിലാണ്. അർച്ചന, എന്തായാലും ആദ്യം തന്നെ ആശംസകൾ വൈറലായതിന്. എല്ലാവരും അതിനെക്കുറിച്ചാണ്, ആ വീഡിയോയെക്കുറിച്ചാണ്. ആ വീഡിയോ പങ്കുവയ്ക്കുന്നു, നിങ്ങളുടെ ഫോട്ടോസ് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുന്നു. എന്താ തോന്നുന്നത്? ഞങ്ങളുമായിട്ട് ആ സന്തോഷം എങ്ങനെ പങ്കുവയ്ക്കുന്നു? ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരിക്കലും ഞങ്ങൾ ഈ വീഡിയോ ആലിഫിന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തപ്പോൾ വിചാരിച്ചില്ല ഇത്രയും വൈറലാകുമെന്ന്, അല്ലെ ഇത്രയും പേര് ഏറ്റെടുക്കുമോന്ന്. നമ്മൾ ജസ്റ്റ് നമ്മുടെ അന്ന് യൂണിയൻ ഇനോഗ്രേഷന്റെ അന്ന്, നമ്മുടെ യൂണിയൻ കലോത്സവത്തിന്റെ അന്ന് ജഗത്ത് എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ എടുത്ത ഒരു വീഡിയോ ആണിത്. ഞങ്ങള് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല സത്യം പറഞ്ഞത് ഇത്രയും വൈറലാകുമെന്ന്. നമ്മള് ഇതിലൂടെ നൽകുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാല്, നമ്മുടെ കൂട്ടുകാർക്ക് എന്തെങ്കിലും കുറവുകളോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ഒപ്പം നിർത്തുക, എപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ നിർത്തുക. അവർക്കൊരിക്കലും തോന്നരുത് അവർക്ക് ഇങ്ങനെ ഒരു കുറവുണ്ട്, അല്ലെ അവർക്ക് മറ്റുള്ളവരെ പോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതൊന്നും അവർക്ക് തോന്നിക്കരുത്. അലിഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് ഇപ്പൊ വീഡിയോക്കകത്ത് ചിലപ്പോ ഞാനും ആരെയും മാത്രമേ അലിഫിനെ എടുത്തുകൊണ്ട് നടക്കുന്ന കാണുന്നുള്ളൂ. പക്ഷെ അതിനൊക്കെ പുറമെ അലിഫിനെ കുഞ്ഞുനാട് മുതൽ എടുത്തുകൊണ്ട് നടക്കുന്നവരായാലും കോളേജിലെ മറ്റ് സ്റ്റുഡൻസ് ആയാലും അലിഫിന്റെ ഓരോ കാര്യത്തിനും എടുത്തുകൊണ്ട് നടക്കുകയും അലിഫിന്റെ ഓരോ കാര്യത്തിനും കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അർച്ചന പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സംഭാഷണം വരുമ്പോൾ ഈ ഒരു കുറവ് അല്ലെങ്കിൽ ഒരു വൈകല്യം അലിഫിനുണ്ടെന്ന് അലിഫിന് പോലും തോന്നുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരത്തിൽ അതൊന്നും വരുത്തേ ഇല്ലായിരിക്കും അല്ലേ? അതേപോലെ നമ്മുടെ കോളേജിൽ തന്നെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അവിടുത്തെ മെയിൻ സ്റ്റാർ അലിഫായിരിക്കും. എല്ലാ സെലിബ്രിറ്റീസ് വന്നാലും അലിഫിന്റെ കൂടെ ഒരു പിക്ക് എടുക്കാതെ അവിടുന്ന് സെലിബ്രിറ്റീസ് പോലും പോകത്തില്ല. അപ്പം നമ്മള് അതുപോലെ അലിഫിന് അങ്ങനെ ഒരു കുറവുണ്ടെന്ന് അലിഫിന് പോലും സത്യം പറഞ്ഞാൽ തോന്നി കാണത്തില്ല. അത്രയ്ക്ക് ഇൻവോൾവ്മെന്റ് ആണ് അലിഫ് നമ്മുടെ കോളേജിൽ ഓരോ പരിപാടിക്കായാലും ഓരോ പ്രോഗ്രാമിനായാലും ക്ലാസ്സിലായാലും നല്ല ആക്റ്റീവ് ഒക്കെയാണ്. അതെ അതെ, അർച്ചന തുടരണം. ഞാൻ ആര്യയിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ആര്യ, അലിഫിനെ കുറിച്ച് അർച്ചന പറയുമായിരുന്നു, അപ്പൊ അത് കൂടുതൽ നമുക്ക് അറിയണം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ട ആളെ നമുക്കറിയുള്ളൂ. അലിഫിനോട് തന്നെ അലിഫ് എങ്ങനെയാണെന്ന് ചോദിക്കാൻ കഴിയില്ലല്ലോ. പറയൂ, എങ്ങനെയാണ് അലിഫ് എന്ന കൂട്ടുകാരൻ, വ്യക്തിപരമായ ആൾ എങ്ങനെയാണ്? നല്ല ജോളി ആയിട്ടുള്ള ആളാണോ? അതെ, അലിഫ് എപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ എപ്പോഴും ഹാപ്പിയാണ്. അലിഫ് നല്ല എൻജോയ്മെന്റ് ആണ്, ക്ലാസ്സിലായാലും തമാശ പറയുന്നതായാലും സാറിനോടൊക്കെ നല്ല കമ്പനിയാണ്. ക്ലാസ് എടുക്കുമ്പോ തന്നെ നമുക്ക് നല്ല ഒരു ഫുൾ എൻജോയ്മെന്റ് വരണമെങ്കിൽ അലിഫും കൂടെ ക്ലാസ്സിൽ കയറണം. ഞങ്ങളുടെ ക്ലാസ് സമയത്ത് തന്നെ അലിഫൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക സന്തോഷമാണ് നമുക്ക് ക്ലാസ്സില്. അലിഫൊക്കെ ഇല്ലെങ്കിൽ ഭയങ്കര ബോറായിട്ടിരിക്കും ക്ലാസ് ഒക്കെ. എപ്പോഴും നല്ല ഹാപ്പിയാണ് ആള്, എപ്പോഴും നല്ല എൻജോയ്മെന്റ് ആണ്, പിന്നെ പോസിറ്റീവ് തിങ്ക് ആണ്. ഒരിക്കലും ഒരു നെഗറ്റീവായിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു പോസിറ്റീവായിട്ടേ സംസാരിക്കാറുള്ളൂ. എപ്പോഴും നല്ല ഹാപ്പിയാണ്. ആണല്ലേ അലിഫെ? നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോ ഒരു സന്തോഷം അല്ലേ?
അതെ അതെ. എന്താണ് ഈ അലിഫ് ക്ലാസ്സിലുണ്ടെങ്കിൽ തമാശയാണ്, ഭയങ്കര രസമാണെന്നൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ പറയുന്നത്. എന്താണ്, പാട്ടൊക്കെ പാടുവോ? എങ്ങനെയാണ് ക്ലാസ്സിൽ കുട്ടികളെയൊക്കെ ഇങ്ങനെ എന്റർടൈൻ ചെയ്യിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, ഞങ്ങളെന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞ ക്ലാസ്സിലിരിക്കും. അപ്പൊ ഇത് ഞാനെന്തെങ്കിലും അങ്ങ് ചിരിക്കും. അങ്ങനെ സാറ് കയറിയാലും സാറിനെ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞതൊക്കെ ജസ്റ്റ് ഒരു സമയം പോകാൻ വേണ്ടി. ക്ലാസ്സിലൊക്കെ ആകുമ്പോ വൈബല്ലേ. നല്ല വൈബാണല്ലേ. ഒരു പാട്ട് പാടിയാലോ നമുക്ക്? അലിഫിന് കേൾക്കാമോ? ശരി, ഞാൻ അലിഫിലേക്ക് വരാം. അർച്ചനയിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി പോകുന്നു. അർച്ചന, ഇത്തരത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ വൈറലായി, അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഒരു കോളേജിന്റെ ഒരു അന്തരീക്ഷം, ഇപ്പോൾ അലിഫിനെ പോലെയുള്ള കുട്ടികൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പേര് പഠിക്കാതെ അല്ലെങ്കിൽ പഠനം മുടങ്ങി വീട്ടിലിരിക്കുന്നവരൊക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതുപോലെ സുഹൃത്തുക്കളുണ്ട്, അല്ലെങ്കിൽ അവരുടെ പഠനവും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും എന്നൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ ആ വീഡിയോയിലൂടെ ചെയ്തത് അല്ലെ? എത്രത്തോളം സന്തോഷമുണ്ട് അതിൽ? ഞങ്ങൾക്ക് ഭയങ്കര തന്നെ സന്തോഷവും അതിലേറെ അഭിമാനവുമാണ്. അൽഫിനെ പോലെ ധാരാളം കുട്ടികൾ നമ്മുടെ കോളേജിൽ പഠിക്കുന്നുണ്ട്. ഇതേപോലൊക്കെ ഡിസബിലിറ്റി ഉള്ള കുറെ പിള്ളേർ നമ്മുടെ കോളേജിൽ പഠിക്കുന്നുണ്ട്. അവർക്കും ഇതുപോലൊക്കെ തന്നെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഓരോ കാര്യത്തിനായാലും. അലിഫിന് തന്നെ ആയാലും, അലിഫ് ഫസ്റ്റ് ഇയറിലൊക്കെ ഞങ്ങളുടെ കോളേജിൽ വന്നത് ഇതുപോലൊക്കെ വേറെ ഫ്രണ്ട്സിന്റെ ഒക്കെ സഹായത്തോടു കൂടിയായിരുന്നു. അപ്പം കോളേജ് അധികൃതർ അത് കണ്ട് മനസ്സിലാക്കി അലിഫിന് ഫസ്റ്റ് ഇയർ വന്നപ്പം തന്നെ ഒരു വീൽ ചെയർ ഒക്കെ വാങ്ങി കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ അലിഫ് കുറെ നാള് വീൽ ചെയറിനകത്തായിരുന്നു വരുന്നത്. പിന്നെ എപ്പോഴും വരുന്ന ഒരു ബുദ്ധിമുട്ട് കാരണം അടുത്തുനിന്ന് വരുന്ന ഫ്രണ്ട്സ് ഒക്കെ അലിഫിനെ ഇങ്ങനെ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ കോളേജിലും വേറെ കുറെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് ഇതുപോണൊക്കെ ഉള്ളവര്. അവരെ എല്ലാരും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. ഈ പറഞ്ഞ കണക്ക് അലിഫിനെ പോലെ ധാരാളം കുട്ടികൾ ഇപ്പം കോളേജിലും സ്കൂളിലും ഒന്നും പോകാതെ ഇതുപോണക്ക് ഓരോ കുറവുണ്ടായിട്ട് തങ്ങൾക്കും അങ്ങനെ ഒന്നും പോവാൻ പറ്റുന്നില്ലല്ലോ, അല്ലെ കൂട്ടുകാരുടെ കൂടെ ജോലിയായിട്ട് നടക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട്. അവർക്കൊക്കെ സത്യം പറഞ്ഞ ഒരു പ്രചോദനം അല്ലെ ഒരു മാതൃക തന്നെയാണ് അലിഫ്. അലിഫ് ഈ പറഞ്ഞ ക്ലാസ്സിലായാലും ഭയങ്കര ജോളിയാണ്. ക്ലാസ്സിൽ എടുക്കുന്ന സമയത്തായാലും ഓരോ മിമിക്രി ഒക്കെ ഇടയ്ക്കൂടെ പട്ടിയുടെയും പൂച്ചയുടെ ഒക്കെ മിമിക്രി ഒക്കെ ഇടയ്ക്ക് ക്ലാസ്സില് സാറില്ലാത്ത സമയത്തൊക്കെ നമ്മൾ എന്റർടൈൻമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഇടയ്ക്കൊക്കെ നമ്മളെ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടി അലിഫ് ഇടയ്ക്കിടയ്ക്ക് മിമിക്രി ഒക്കെ കാണിക്കും. അപ്പൊ നമുക്ക് എന്തായാലും അലിഫിനെ കൊണ്ടൊരു മിമിക്രി കൂടി കാണിപ്പിക്കണം. അർച്ചന തുടരണം. നമുക്കൊപ്പം ഇപ്പോ ജഗത്ത് എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫർ ചേരുകയാണ്. അദ്ദേഹമാണ് ഈ വൈറലായ വീഡിയോയ്ക്ക് പിന്നിൽ. ജഗത്, കേൾക്കാമോ? എത്രത്തോളം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സംഭവം അതിന് കാരണക്കാരനായി എന്ന് പറയുമ്പോൾ. ഈ കാഴ്ച അവിടെ കോളേജിലുള്ളവർക്ക് അവർക്ക് സ്ഥിരം കാഴ്ചയായിരുന്നു, പക്ഷെ നമ്മൾക്ക് പുറത്തേക്ക് അത് എത്തിച്ചത് താങ്കളാണ്. എന്ത് തോന്നുന്നു ഇപ്പോ? ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം DB കോളേജില് എപ്പോഴും ഇതൊരു പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും അവർക്കൊരു സ്ഥിരം കാഴ്ചയാണ്. പക്ഷെ എനിക്ക് അത് കണ്ടപ്പോ ബാക്കിയുള്ളവരിലേക്ക് കൂടി എത്തിക്കണം എന്ന് തോന്നിയപ്പോഴാണ് എനിക്ക് നല്ലൊരു മൊമെന്റ് ആയിട്ട് തോന്നി. സൗഹൃദം വേറൊരു തലത്തിലേക്ക് എത്തിക്കാൻ പറ്റും എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് ഞാനത് ക്ലിക്ക് ചെയ്തതും വീഡിയോ എടുത്തതും ഒക്കെ. പക്ഷെ ഇത്രത്തോളം ഒരു റീച്ചിലേക്ക് പോകുമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല. DB കോളേജിന്റെ വിദ്യാർത്ഥികൾ ഏറ്റെടുക്കും എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ കേരളത്തിലുള്ള ഒരുപാട് പേര് ഏറ്റെടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതാണ്, ഏറ്റെടുത്തത് മാത്രമല്ല അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് ആ വീഡിയോയ്ക്ക്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് തുണയായിട്ട് അവരുടെ കൂട്ടുകാരുണ്ടാകും, അതുപോലെ തന്നെ സൗഹൃദം എല്ലാം കൂടി ഇങ്ങനെ പുറത്തേക്ക് വരണം. അവർ വീട്ടിലിരുന്നാൽ പോരാ, അവരും പഠിക്കണം, അവരെ എല്ലാവർക്കും ഒപ്പം എത്തണം എന്നൊക്കെയുള്ള ഒരുപാട് അതിനകത്ത് കുറെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ? ഉറപ്പായിട്ടും അതിനേക്കാട്ടിലുപരി ഞാൻ ആ സൗഹൃദമായിരുന്നു വിചാരിച്ചിരുന്നത്. ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി അവരുടെ ആ സൗഹൃദത്തിന്റെ ഒരു ആഴം കാണിക്കണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചത് എടുക്കുന്നത്. പക്ഷെ പിന്നീട് എനിക്ക് ഫീൽ ചെയ്തത് ഇപ്പൊ ആലിഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ആലിഫിന്റെ ആ ഒരു കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, അല്ലെ അവൻ തോന്നിപ്പിച്ചിട്ടില്ല. അതാണ് സത്യം. കാര്യം അത്രത്തോളം അവൻ ജോളിയാണ്. അവര് പറഞ്ഞതുപോലെ തന്നെ വളരെ സന്തോഷത്തോടെ എന്നും കോളേജിൽ വരുന്നു. എല്ലാവരുടെയും കൂടെ ഒരു നാച്ചുറൽ വ്യക്തി എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ്. അലിഫിനെ പോലുള്ള വ്യക്തി തീർച്ചയായിട്ടും സമൂഹത്തിനൊരു മാതൃക തന്നെയാണ്. ഈ വീഡിയോ ജഗത്ത് അവരെ കാണിക്കായിരുന്നോ? ജഗത്തിന്റെ ഇൻസ്റ്റയിലൂടെയാണ് ഇത് പുറത്തു വന്നത്? അല്ലല്ല, ഞാനത് എടുത്തിട്ട് അവരെ വിളിച്ച് കാണിച്ചു. ഞാനത് ആ ക്യാമറയിലൂടെ തന്നെ കാണിച്ചു. അപ്പോഴാണ് അലിഫ് പറഞ്ഞത്. അലിഫ് അത്യാവശ്യം റീലും
ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം തിളങ്ങി നിന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോ അലിഫിനെ കാണിച്ചപ്പോ എടുത്ത വായിൽ ആദ്യം പറഞ്ഞത്, അണ്ണാ ഇത് തരണേ, റീലിടണ, റീലൊക്കെ ഇടണം, മെൻഷൻ ചെയ്യാം എന്നായിരുന്നു പറഞ്ഞത്. പാട്ടൊക്കെ ഈ റീലിന് വേണ്ടി പാട്ടൊക്കെ സെറ്റ് ചെയ്തതൊക്കെ അലിഫാണോ? അല്ലല്ല, അതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്ത് വീഡിയോ ആക്കിയാണ് കൊടുക്കുന്നത്. ശരി, ജഗത്ത് ഒന്ന് തുടരും, നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ജഗത്ത്, ആ പാട്ട് അത് ഗംഭീര പാട്ടാണ്, അത് ആ ഫീൽ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്. അതിന് പറ്റിയൊരു പാട്ടും സെലക്ട് ചെയ്തു. എന്തായാലും വലിയ സന്തോഷം ഞങ്ങൾക്ക് ഈ ഒരു. അതെ, പറഞ്ഞു. അതൊരു സെന്റിമെന്റ്സിലേക്ക് പോകരുത് എന്നുള്ളത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊരു സൗഹൃദത്തിന്റെ തലത്തിൽ തന്നെ നിൽക്കണം. പിന്നെ അത് സജസ്റ്റ് ചെയ്തത് വേറൊരു വ്യക്തിയായിരുന്നു, ശ്രീഹരി എന്നാണ്, എന്റെ സുഹൃത്താണ്. അവനാണ് അത് ആ പാട്ട് സജസ്റ്റ് ചെയ്യുന്നത് എനിക്ക്. ശരി, ജഗത് നേരത്തെ പറഞ്ഞ പോലെ അണ്ണ ഇത് എനിക്ക് റീൽസ് ഇടണം എന്ന് പറഞ്ഞതുപോലെ ഈ ആലിഫ് വിളിച്ചിട്ട് പറഞ്ഞു, അണ്ണ ഇത് വേറെ ലെവലിൽ പോയി കേട്ടോ വീഡിയോ, അങ്ങനെ പറഞ്ഞിരുന്നോ? അല്ല, യൂഷ്വലി അത് ഞാനും കാണുന്നുണ്ടായിരുന്നല്ലോ, ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം കഴിഞ്ഞപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ പറഞ്ഞു ഇതുപോലെ, അണ്ണാ ഇത് വൈറലായി, ഒരുപാട് പോകുന്നുണ്ട് എന്ന്. പക്ഷെ ഇത്രത്തോളം മീഡിയ അറ്റൻഷൻ ഇതിന് കിട്ടുമെന്നോ അന്നേരവും വിചാരിക്കുന്നില്ല. സോഷ്യൽ മീഡിയ ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ തന്നെ നിൽക്കും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇത് വലിയ തോതിൽ ഏറ്റെടുത്തതിൽ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. മാധ്യമങ്ങൾക്ക്, വിഷ്വൽ മീഡിയസിന് എല്ലാം ഒരുപാട് അത് അതിനേക്കാൾ ഉപരി കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നു. ശരി ജഗത്, ഇതുപോലെയുള്ള കാഴ്ചകൾ, കാണാ കാഴ്ചകൾ പുറം ലോകത്തേക്ക് എത്തിക്കാൻ താങ്കൾക്ക് ഇനിയും കഴിയട്ടെ കേട്ടോ. നല്ല ഫോട്ടോഗ്രാഫിയിലും ഉയർന്ന തലത്തിലേക്ക് എത്തട്ടെ താങ്കൾ. എല്ലാ ആശംസകളും. വളരെയധികം നന്ദി ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന്. ഒരുപാട് സന്തോഷം. ശരി, ആലിഫിലേക്ക് പോവാണ്. ആലിഫ്, ഞാൻ നേരത്തെ പാടുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും കട്ടായി പോയി, ലൈൻ കട്ടായി പോയി. പാട്ട് പാടുമോ അല്ലെങ്കിൽ മിമിക്രി എന്തെങ്കിലും ഒരെണ്ണം ചെയ്തേ പറ്റൂ, കാരണം അത്രയും എന്റർടൈനർ ആണെന്ന് ആര്യയും പറഞ്ഞു, അർച്ചനയും പറഞ്ഞു, ഇപ്പോ ജഗത്തും പറഞ്ഞു. റീൽസ് എങ്ങനെ ചെയ്യോ, പാടാറൊന്നുമില്ല. എന്നാ ഒരു മിമിക്രി ആയിക്കോട്ടെ. അയ്യോ, ഇങ്ങനെ എന്തോ ക്ലാസ്സിലൊക്കെ ഭയങ്കര എന്റർടൈൻ ചെയ്യുന്ന ആളിപ്പോ ഇവിടെ വന്നപ്പോ എന്ത് പറ്റി? എനിക്ക് എന്തായാലും ഇത്രയൊക്കെ ആയപ്പോ എനിക്കൊരു നല്ലൊരു ടെൻഷൻ ഉണ്ട്. മീഡിയസില് ഫുള്ള് എന്തെങ്കിലും ചെറിയ പെർഫോമൻസ് ഞങ്ങൾക്ക് വേണ്ടിട്ട് സന്തോഷത്തിന്റെ പേരില് ഞാൻ ഇങ്ങനെ റീൽ ചെയ്യത്തോളൂ. ആണോ? അപ്പൊ നമ്മൾ ഇനി അത് നോക്കിയിരിക്കാം അല്ലെ? എല്ലാരും ഫോളോ ചെയ്ത് ആലിഫിന്റെ റീൽസ് അല്ലെ? റീൽസ് ഇനിയും വരും. ആര്യ, ഇതുപോലെ ഇപ്പൊ ഈ പറഞ്ഞു അവസാന വർഷത്തിലാണ് നിങ്ങളുള്ളത്. നമുക്ക് എപ്പോഴും കോളേജിന്റെ ഈ അവസാന വർഷം എന്ന് പറഞ്ഞാൽ ഒരു സങ്കടമാണ്, എല്ലാരെയും വിട്ടു പോകുമല്ലോ, അല്ലെങ്കിൽ ലൈഫും ചേഞ്ച് ആവുന്ന ഒരു സ്ഥലം ഇതും കൂടിയാണ്. എന്താണ് ഇനി തുടർ പഠനം, എന്താണ് ആലോചിച്ച് വെച്ചിരിക്കുന്നത്? ആലിഫിനെ ഈ ഒരു സൗഹൃദം പല സ്ഥലങ്ങളിലേക്കൊക്കെ മാറി പോകുമ്പോൾ ഇത് തകർന്നു പോകുമോ, അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമോ? എങ്ങനെയാണ്, എന്തൊക്കെയാണ് നിങ്ങളുടെ കണക്കുകൂട്ടൽ? അവസാന വർഷമാണ്, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നല്ല വിഷമമാണ്. കാരണം ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളു ഞങ്ങൾ ഒരുമിച്ച്. ഇനി ആരൊക്കെ എന്തൊക്കെ കോഴ്സിന് പോകും, ആരൊക്കെ തമ്മിൽ ഒരുമിച്ച് പോകും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഇനി തുടർന്ന് എന്തോ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് കറക്റ്റായിട്ടൊന്നും കണ്ടുവച്ചിട്ടില്ല. ഇനിയും നല്ല കോഴ്സുകളൊക്കെ നോക്കണം. പിന്നെ എവിടെ പോയാലും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്തായാലും കളയത്തില്ല. ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്താ പറയണ്ടേ, അതല്ലയോ നമുക്ക് ഏറ്റവും അമൂല്യമായ സംഭവം. ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അതൊരിക്കലും നശിക്കത്തില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇവിടുന്ന് പോയാലും ഞങ്ങൾ ഇനി ഇവിടെ വരും. നമ്മുടെ കോളേജില് ഒരുപാട് പ്രോഗ്രാമുകൾ വരുമല്ലോ, അപ്പൊ എന്തായാലും ഉറപ്പായിട്ടും പ്രോഗ്രാമിനൊക്കെ ഞങ്ങൾ വരും. അലിഫിനെയും കൊണ്ടുവരും, അന്ന് ഞങ്ങൾ ഒരുമിച്ചിരിക്കും. ഞങ്ങളുടെ ഒരുപാട് ഒരുമിച്ചുള്ള നിമിഷങ്ങളൊക്കെ ഞങ്ങളുടെ കോളേജിലാണ്. ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാരെയും ചെന്ന് കാണും. ഞങ്ങളുടെ ക്ലാസ് റൂമുകള് എല്ലാം ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ കോളേജ് ലൈഫ്. അപ്പം സുഹൃത്ത് ബന്ധവും അതുപോലെ തന്നെയാണ്, ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. ഇനി എവിടെ പോയാലും എന്തൊക്കെ ആയാലും ഉറപ്പായിട്ടും ഞങ്ങളുടെ കോളേജിൽ ഞങ്ങൾ ചെന്നിരിക്കും. ഞങ്ങൾ ഇനിയും ഒരുമിച്ച് കണ്ടിരിക്കും. ശരി ആലിഫ്, ഇനി എന്ത് വേണമല്ലേ ഇതിനപ്പുറത്തേക്ക്? ഇങ്ങനെ കൂട്ടുകാർ അവസാനം വരെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ അർച്ചനയിലേക്ക് കൂടി പോ. അർച്ചന, എന്താണ് പറയാനുള്ളത്? ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ തന്നെ മീഡിയാസ് വരെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നു, അതിന് ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങള് ഇനിയും കണ്ടിന്യൂ ചെയ്യും. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു എൻഡ് ഇല്ലാത്തതല്ലേ. അപ്പം ഇനി 3ാം വർഷമായതായി, ഇനി ഒരു 2 ആഴ്ച കൂടിപ്പോയി എക്സാം വീക്ക്
അതെ, അത്രയും കൂടെ ഉള്ളൂ ഞങ്ങൾക്ക് മുന്നില്. കോവിഡ് ഇഷ്യൂ ഒക്കെ കാരണം ഞങ്ങളുടെ ക്ലാസ് ഒക്കെ കുറെ ഞങ്ങൾക്ക് മിസ് ചെയ്ത്, ഒരുമിച്ചുള്ള നല്ല മെമ്മറീസ് ഒക്കെ നമുക്ക് ഇതിനിടയ്ക്കൊക്കെ ധാരാളം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറീസായി ഈ ഇൻസിഡന്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. ശരി ശരി, ഞാൻ ആലിഫിലേക്ക് കൂടി പോവുകയാണ് അവസാനമായിട്ട്. ആലിഫ്, ഇതുപോലെയുള്ള കൂട്ടുകാരുണ്ട് ഒപ്പം. എന്താണ് ഇനിയുള്ള ആലിഫിന്റെ ഫ്യൂച്ചർ പ്ലാൻ? ഒപ്പം സ്വപ്നം, എന്തെങ്കിലും ഒരു സ്വപ്നം ഉണ്ടോ? ഈ പറഞ്ഞുള്ള റീൽസ് ഒക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു സ്വപ്നം മനസ്സിലുണ്ടോ? സ്വപ്നം എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ ഈ റീൽസ് ഒക്കെ ഓരോ സ്ഥലങ്ങളിൽ പോയി വീഡിയോസ് ഒക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്റർനാഷണൽ ദുബായിലൊക്കെ പോകാൻ ഭയങ്കര ആഗ്രഹമാണ്. ശ്രമിച്ചാണ് ഇപ്പൊ സമയത്ത്, പക്ഷെ ഇല്ല. എന്താ തടസ്സമായത്? എന്താ ആലിഫ് ദുബായിൽ പോവാൻ തടസ്സം? എന്തോ അങ്ങനെ പോകാൻ പറ്റിയില്ല. അപ്പൊ ആരെങ്കിലും ആലിഫിനെ കൊണ്ടുപോകാൻ തയ്യാറായിട്ട് വന്നാൽ ഉടനെ തന്നെ പോവും അല്ലേ? ഈ പഠന കാര്യത്തിൽ ഇനി മുന്നോട്ട് എങ്ങനെയാണെന്നാണ് പ്ലാൻ? എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഏത് കോളേജിൽ, ഇല്ലെങ്കിൽ ഇനി എന്ത് കോഴ്സ് എടുക്കണം, ഇല്ലെങ്കിൽ ജോലിയിലേക്ക് തിരികെയാണോ, അങ്ങനൊക്കെ? ഞാൻ PSC അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ എറണാകുളം കോഴ്സ് നോക്കണം. ലോജിസ്റ്റിക്സ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. PSC അപ്ലൈ ഇപ്പൊ വിളിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. കിട്ടിയാലും കൊള്ളാം, പഠിക്കാനേ എന്തായാലും കൊള്ളാം. ആലിഫ്, വീട്ടില് ഭയങ്കര സപ്പോർട്ടാണല്ലേ? നിനക്ക് എന്താ തോന്നുന്നത്? അതുപോലെ ചെയ്തോന്ന് പറയുന്ന അച്ഛനും അമ്മയാന്ന് തോന്നുന്നു. വീട്ടിൽ സപ്പോർട്ടൊക്കെ എനിക്ക് ഇഷ്ടം. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഈ കൂട്ട് എല്ലാവരും മാതൃകയാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ കാഴ്ച ഇതുപോലെ തന്നെ നിലനിൽക്കട്ടെ, എന്നും എപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റട്ടെ. കോളേജ് കഴിഞ്ഞാലും ഈ സൗഹൃദം അങ്ങനെ തന്നെ തുടരട്ടെ. എല്ലാവിധ ആശംസകളും കേട്ടോ ആലിഫ്, ആര്യ, അർച്ചന. താങ്ക് യു. വീണ്ടും വാർത്തകളിലേക്ക്. വയനാട് സബ് RTO ഓഫീസ് ജീവനക്കാരി സിന്ധു എഴുതിവെച്ച കുറിപ്പ് പുറത്ത്. താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് സിന്ധു ഇതിൽ പറയുന്നു. മേലുദ്യോഗസ്ഥരിൽ ചിലർ അമിത ജോലിഭാരം നൽകുകയാണ്, ഫയലുകൾ കാണാതാക്കുകയും അതിന്റെ പേരിൽ മാനസികമായി പീഡിപ്പിച്ചതായും ഇവരുടെ പല കുറിപ്പുകളിലും സൂചിപ്പിക്കുന്നു. രതീഷ് വാസുദേവൻ വിവരങ്ങളുമായി ചേരുന്നു. രതീഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ കിട്ടിയ കുറിപ്പിൽ പറയുന്നത്? അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനു മുൻപ് തന്നെ ഇവർക്ക് ഓഫീസിലെ ചില മേലുദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദം മൂലമാണ് താൻ ആത്മഹത്യ ചെയ്തെന്ന സൂചന ബന്ധുക്കൾക്ക് ഉൾപ്പെടെ നൽകിയിരുന്നതിന് മുമ്പ് തന്നെ അവർ ബന്ധുക്കളോട് ഇത് വിശദീകരിച്ചു. സഹോദരന്മാരോട് ഉൾപ്പെടെ ഇത് പറഞ്ഞിരുന്നു. അത്തരത്തിൽ ചില ആത്മഹത്യാ കുറിപ്പെന്ന് കരുതാവുന്ന, അല്ലെങ്കിൽ അങ്ങനെ തന്നെ പരിഗണിക്കാവുന്ന ചില കുറിപ്പുകളിലാണ് ഇവർ വലിയ തരത്തിലുള്ള മാനസിക സമ്മർദ്ദം താൻ ഓഫീസിൽ നേരിട്ടുന്നതും തന്നെ മേലധികാരികളായ ചില ഉദ്യോഗസ്ഥർ അത്തരത്തിൽ തന്നോട് പെരുമാറിയെന്നും ഒക്കെയുള്ള വിവരങ്ങൾ പറയുന്നത്. വിശദമായ കുറിപ്പുകൾ ഔദ്യോഗികമായി പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അല്ലാതെ ലഭിച്ച ചില ഇത്തരത്തിലുള്ള കുറിപ്പുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ മാനസികമായ സമ്മർദ്ദം താൻ ഓഫീസിനുള്ളിൽ നേരിട്ടു എന്ന് തന്നെയാണ് ഈ ഡയറിയിലും മറ്റ് 5-6 കുറിപ്പുകളിലും സിന്ധു രേഖപ്പെടുത്തിയിരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് സിന്ധുവിന്റെ ആത്മഹത്യയെ തുടർന്ന് ഈ സബ് RTO ഓഫീസിലേക്ക് മാർച്ച് ഉൾപ്പെടെ നടത്തിക്കൊണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച അന്വേഷണത്തിന്, വകുപ്പ് തല അന്വേഷണത്തിന് ഇന്ന് ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ചുമതലയുള്ള P. രാജീവ് ജില്ലയിൽ എത്തിയിട്ടുണ്ട്. ഇദ്ദേഹം വിശദമായി ഉദ്യോഗസ്ഥരിൽ നിന്നും മറ്റും മൊഴിയെടുത്തിട്ടുണ്ട്. ശരി, സിന്ധുവിന്റെ കുടുംബ അംഗങ്ങൾ ആരോപിച്ച ആ കാര്യങ്ങൾ ശരിവെക്കുന്നതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സിന്ധുവിന്റെ ആത്മഹത്യാ കുറിപ്പ്. വിവരങ്ങളാണ് രതീഷ് വാസുദേവൻ നൽകിയത്. വ്രതശുദ്ധിയുടെ നാളുകൾ. വേനലും റമദാനും ഒന്നിച്ചെത്തിയതോടെ തണ്ണിമത്തൻ ആവശ്യക്കാരേറി. ഈ റമദാൻ കാലത്ത് നാടിനാവശ്യമായ അത്രയും തണ്ണിമത്തൻ വിളയിക്കുന്ന ഒരു ഗ്രാമമുണ്ട് മലപ്പുറത്ത്, കരിഞ്ചാപ്പാടി. കാണാം കരിഞ്ചാപ്പടിയിലെ റമദാനിലെ തണ്ണിമത്തൻ വിളവെടുപ്പ് കാഴ്ച. മലപ്പുറം രാമപുരത്തിനടുത്താണ് കരിഞ്ചാപ്പടി എന്ന കാർഷിക ഗ്രാമം. ഇപ്പോൾ തണ്ണിമത്തൻ ഗ്രാമം എന്ന പേരാണ് ഇവിടേക്ക് കൂടുതൽ ചേരുക. ഏക്കർ കണക്കിനാണ് ഇവിടെ തണ്ണിമത്തൻ വ്യാപിച്ചു കിടക്കുന്നത്. കരിഞ്ചാപ്പടിയിൽ നിന്നും അതിരാവിലെ വിളവെടുക്കുന്ന തണ്ണിമത്തൻ മലപ്പുറം ജില്ലയുടെ വിവിധ മാർക്കറ്റുകളിലേക്കും സമീപ ജില്ലകളിലേക്കും കൊണ്ടുപോകും.
പിന്നെ ആവശ്യമനുസരിച്ച് വീണ്ടും വീണ്ടും വിളവെടുക്കും. ഇതുവഴി കടന്നു പോകുന്നവർ ഒരു തണ്ണിമത്തനെങ്കിലും വാങ്ങാതെ ഇതുവഴി ആരും കടന്നു പോകില്ല. തണ്ണിമത്തിന് വില കൂടുന്നുണ്ട്. തണ്ണിമത്തിന് ഇവിടെ ആദ്യം ഞങ്ങൾ ഹോൾസെയിൽ 12 ഒക്കെ, ഇപ്പം 15 വരെ ആയി. ഇനിയും കൂടും. ചൂട് കൂടുതലാണ്, പിന്നെ സാധനം പുറത്തുനിന്ന് വല്ലാതെ വരുന്നില്ല, ഡിമാൻഡ് കൂടാണ്. നാടൻ തണ്ണിമത്തൻ, മഞ്ഞക്കാമ്പുള്ള തണ്ണിമത്തൻ തുടങ്ങി 6ലധികം ഇനങ്ങളുണ്ട് ഇവിടുത്തെ കൃഷിയിടങ്ങളിൽ. 2 വർഷം മുൻപ് പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ തണ്ണിമത്തൻ കൃഷി ഇപ്പോൾ ഓരോ സീസണിലും കൂടുതൽ ഇടങ്ങളിൽ നിറയുകയാണ്. ഇവിടെ സാധാരണ നമ്മൾ കാണുന്ന വെള്ളയിൽ പച്ചലൈനില്ല തണ്ണിമത്തനുണ്ട്, അത് ഉള്ളി ചുവപ്പാണ്. പിന്നെ അതിൻ്റെ പുറം മഞ്ഞയും ഉള്ളി ചുവപ്പുണ്ട്. പിന്നെ പുറം പച്ച, ഉള്ളിലും മഞ്ഞ. പിന്നെ വേറെ ജന്നത്ത് എന്ന് പറഞ്ഞിട്ടൊരു തായ്ലാൻഡ് വെറൈറ്റി ഉണ്ട്, അത് പന്ത് പോലൊരു വെറൈറ്റിയാണ്. പിന്നെ കിരൺ എന്ന് പറഞ്ഞൊരു ഐറ്റംസ് ഉണ്ട്, അതായത് ഷക്കർ പ്ലസ് എന്ന് പറയും, ആ സാധനം ഉണ്ട്. അങ്ങനെ ഒരു 6-7 വെറൈറ്റിയോടെ ഞങ്ങൾ തണ്ണിമത്തൻ ചെയ്യുന്നുണ്ട്. വേനലിനൊപ്പം റമദാൻ നോമ്പ് കൂടി എത്തിയതോടെ തണ്ണിമത്തൻ അടക്കമുള്ളവയുടെ വില ഉയരുകയാണ്. അതുകൊണ്ട് ഇത്തവണ കരിഞ്ചാപ്പടിയിലെ കർഷകരും പ്രതീക്ഷയിലാണ്. ന്യൂസ് 18 മലപ്പുറം. ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.